അപ്പൊ ഞാനായാലും ആദ്യം വന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാൻ അൻസിബേനെ പറ്റൂല എന്നുള്ള ഇതിൽ പറഞ്ഞു. കാരണം ആ ഒരു ഇപ്പൊ ഞാൻ കയറുന്ന 28th ഡേ എന്തോ ആണ്. അപ്പൊ ആ ഒരു സമയം വരെ അല്ലെങ്കിൽ ഞാൻ കയറുന്ന വരെയുള്ള ഒരു മൂഡ് എന്ന് പറയുമ്പോൾ കട്ടിൽ റാണി എന്നുള്ളൊരു പേരും കാര്യങ്ങളും ഇല്ലേ, പുറത്തുനിന്നൊക്കെ കണ്ടില്ലേ? ഓക്കെ, അപ്പൊ കട്ടിൽ റാണി എന്നുള്ള പേര് വരുന്നു. കൂടുതലും ബെഡിലാണ് സമയം ചെലവഴിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന പേര് വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അൻസിബേനെ പോർട്രേ ചെയ്യപ്പെട്ടു എന്നുള്ളത് മീൻ അങ്ങനെ തോന്നിയോ? അല്ലെങ്കിൽ അതിൽ വിഷമം തോന്നിയോ? ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനകത്തുനിന്ന് എനിക്ക് പോകണം, കാരണം വേറെ രീതിയിലേക്ക് ഇത് പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഒന്നാമതേ ഞാൻ അങ്ങനെ ഫാൻസ് ഒന്നുള്ള ഒരു സ്റ്റാർ ഒന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ സ്വയം ഒരു സ്റ്റാറായിട്ട് പോലും കണക്കാക്കുന്നില്ല. ഞാൻ ചെയ്ത സിനിമ വലിയ സിനിമയാണ്, അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നവരും അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിച്ചവരും ഏറ്റവും സുപ്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടുള്ളൊരു ഇതാണ്. അല്ലാതെ അൻസിബ ദൃശ്യമല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എന്നെ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. അത് അവർ ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാമത്. അപ്പോൾ അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇല്ലാത്ത ഒരു ചീത്തപ്പേര് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഞാൻ ഇല്ല, എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റുള്ളൂ. അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് പോണം എന്നുള്ളത്. കാരണം എനിക്ക് അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ ഓൾറെഡി ഞാൻ പ്രഷറിലാണ് നിൽക്കണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ കേട്ടപ്പോൾ വേണ്ട ഇനി പോകണമെന്നായി. പിന്നെ പക്ഷേ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു അൻസിബ വൈൽഡ് കാർഡ് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ച അൻസിബയുടെ അടുത്ത് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അൻസിബ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ചെന്നേ 6 വട്ടം പാട്ട് കേൾക്കാമല്ലോ. സത്യം. ഞാൻ എന്നിട്ട് ഋഷിയോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എടാ വൈൽഡ് കാർഡ് വരട്ടെ. അപ്പോൾ ബാക്കി എല്ലാവരും വൈൽഡ് കാർഡ് വരുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. എനിക്കാണെങ്കിൽ വരണം എന്നായിരുന്നു. കാരണം എനിക്ക് അവിടെ സംസാരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ പറ്റാത്തതുകൊണ്ടാണോ എനിക്ക് അത് അതിനകത്ത് നിന്നുള്ള കാര്യമാട്ടെ. ഇപ്പം എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, ചിലരെ നമുക്ക് സംസാരിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് പേരെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത്. ഇതല്ലാത്ത ടോപ്പിക്ക് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പം ഞാൻ ആഗ്രഹിച്ചു വൈൽഡ് കാർഡ്. ശരിക്കും വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം പൂജ വന്നു, ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പറയുമ്പോൾ ആദ്യം പൂജ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, വീണ്ടും പൂജയുടെ അടുത്താണ് ഞാൻ വന്നത് സംസാരിക്കാൻ. അപ്പോൾ സിബിൻ വന്നു, സംസാരിക്കാൻ തുടങ്ങി. അഭിഷേക്, വേറൊരു അഭിഷേക്, 2 അഭിഷേകം ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദന, എല്ലായിടത്തും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം, റിലീഫായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആളുകൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവുക. കാരണം ആ ഒരു സമയത്തുള്ള ടാഗ് ലൈനും ഞാൻ അത് പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ അൻസിബയുടെ ഓരോ ആക്ടിവിറ്റീസും ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി.